ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബെഡ്റൂമിൽ കയറിയപ്പോ ഷെൽഫിന്റെ മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി. ആ നിമിഷം മുതല് ഷെൽഫിന്റെ മുകളിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെച്ചോണ്ടിരിക്കുക. ഞാനതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞതാ, കേക്കണ്ടേ? മോളെ 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 കൃഷ്ണേ, മോളെ കൃഷ്ണേ. എന്താ എന്താ അമ്മേ? നീ എന്തിനാ ചിരിച്ചേ? എപ്പോ? കൊറേ നേരമായി നീ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കായിരുന്നു. അമ്മ വെറുതെ ഒന്നും പറയല്ലേ. ഞാൻ കേട്ടതല്ലേ, എഴുന്നേറ്റിരുന്നപ്പോ കാണുകയും ചെയ്തു. നീ സ്വപ്നമെല്ലാം കണ്ടോ? സ്വപ്നത്തിന് നവീനെ കണ്ടോ? പിന്നെ ഞാൻ സ്വപ്നം കണ്ട് കിടക്കല്ലേ. അമ്മയ്ക്ക് എന്താ ഉറക്കൊന്നുമില്ലേ? കിടന്നുറങ്ങാൻ നോക്കേ. അല്ല മോളെ, അമ്മ പറഞ്ഞത് സത്യാ. അമ്മ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നുണ്ടോ? വെറുതെ എന്നെ വിളിച്ച് കുറെ ചോദ്യങ്ങള്. ഉറങ്ങാൻ നോക്ക്. പാവം, മനസ്സ് നിറയെ നവീനെ കുറിച്ചുള്ള ചിന്തകള്, വേദനിക്കാൻ മാത്രമായിട്ട് കുറെ ചിന്തകള്. നേരത്തെ ഇതാരായി നേരത്തെ? ആ, ബെല്ലടിച്ച് തകർക്കുകയാണല്ലോ. ദേ വരുന്നു. വാ. അയ്യോ, ഇതെന്ത് പറ്റി? മാറി താമസിക്കാൻ പോയിട്ട് പൊറുതി പെട്ടെന്ന് മതിയാക്കിയോ? മാറങ്ങോട്ട്. അയ്യോ, എന്തു പറ്റി? എന്താ നിങ്ങൾ തിരിച്ചു വന്നേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഉണ്ടായി. അത് കേൾക്കാനാണല്ലോ നിങ്ങൾക്കൊക്കെ സന്തോഷം. എന്തു പറ്റി മക്കളെ? നിങ്ങളെന്താ തിരിച്ചു പോന്നേ? നവീൻ, കാര്യം എന്താ പറയേ? അവിടെ ചെന്നപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡ്റൂമിൽ കയറിയപ്പോ ഷെൽഫിന്റെ മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് വീണ് പൊട്ടി. ആ നിമിഷം മുതല് ഷെൽഫിന്റെ മുകളിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ഗാഥ ബഹളം വെച്ചോണ്ടിരിക്കുക. ഞാനതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാന്ന് പറഞ്ഞതാ, കേക്കണ്ടേ? എടുത്തു മാറ്റണ്ടെന്ന് പറഞ്ഞതേ അത് നവീനെ പാമ്പ് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാ. കഥ സ്റ്റിൽ ഐ റിപ്പീറ്റ്, ഗസ്റ്റ് ഹൗസിൽ നാഗമുണ്ടെന്ന കാര്യം തനിക്ക് വെറുതെ തോന്നിയതാ. ആളുകൾക്കിടയിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞ് വെറുതെ പെരുപ്പിക്കാതെ. എനിക്കൊരു കാര്യം പറഞ്ഞ് പെരുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ ഞാൻ പെരുപ്പിക്കുന്നേ? ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഈ തറവാട്ടിൽ തന്നെ ഉണ്ടല്ലോ. ആ, ദേ കിടക്കണം.
ഇപ്പൊ എങ്ങനെയുണ്ട് സുമിത്രേ? വീട്ടിനകത്തും കിടക്കാൻ പറ്റുന്നില്ല, ഗസ്റ്റ് ഹൗസിലും കിടക്കാൻ പറ്റുന്നില്ല. ഷോ, ഈ നാഗഭയം വെറുതെ ഒന്നും വന്നതല്ല. ആ, ഒരു കണക്കിന് ഇത് വേണം. മുറ്റത്ത് മുല്ലയ്ക്ക് മണം പോരാന്ന് പറഞ്ഞ് അടുത്ത പറമ്പിൽ കേറിപ്പോയതല്ലേ? ആ, അതിന്റെ കൂലി കിട്ടാതിരിക്കോ? ആ കുട്ടി ആകെ പേടിച്ചിരിക്കുക. അതിനുള്ള സമാധാനം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയേ. വേറെ ഒന്നിനും നാവ് ഉളയ്ക്കണ്ട. എന്റെ പൊന്നു മുത്തശ്ശി, എന്ത് പറഞ്ഞാലും എന്റെ അമ്മയുടെ അച്ഛനെയൊക്കെ നാവടച്ച് കെട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ആ, മോള് റൂമിലേക്ക് ചെല്ല്. ഞാൻ ആ മുറിയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ സെറ്റിൽ എവിടെയെങ്കിലും കിടന്നോളാം. ഇനി എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനുണ്ടോ മുത്തശ്ശി? ഉണ്ടെങ്കിൽ അതും ആയിക്കോട്ടെ. എല്ലാത്തിനും നിന്ന് തരേണ്ടവനാണല്ലോ ഞാൻ. എടാ, എന്റെ സ്വസ്ഥതയൊക്കെ മൊത്തം പോയച്ചാ. ചെല്ലു ചെല്ലു മോനെ. കല്യാണം കഴിഞ്ഞിട്ടും ഉറങ്ങാതിരിക്കുന്ന ഭാര്യയ്ക്ക് കാവലിരിക്കുന്നത് ചെറിയ യോഗമൊന്നുമില്ല. നിർമ്മലേ, നീ ഒന്ന് അകത്തു പോകുന്നുണ്ടോ? അയ്യോ, ഞാൻ പോയമ്മേ. അമ്മയും സുമിത്രയും നന്ദേട്ടനും ചുറ്റിനിരുന്ന് ആ കുട്ടിക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്ക്. ഉറങ്ങാതിരിക്കുന്ന കുട്ടികൾക്ക് അതൊക്കെ നല്ലതാ. നീ വാടി മോളെ. മോളെ, അമ്മേ. വാ മോള് വാ. നന്ദ, അവര് തമ്മിൽ ഒരുമിക്കാൻ പാടില്ലെന്ന് നാഗദൈവങ്ങളുടെ തീരുമാനമാ. അത് തന്നെയാ ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നതും. മാം, ഗാഥാ മാഡം വിളിച്ചിരുന്നു മാഡത്തിനെ? ഇന്നലെ ഉച്ചയ്ക്കോ മറ്റോ വിളിച്ചു, പിന്നെ വിളിച്ചില്ല. അല്ലെങ്കിൽ ഏത് കാര്യത്തിനും മാമിനെ കൂടെ കൂടെ വിളിക്കുന്നതാണല്ലോ ഗാഥാ മാഡം. എന്തു പറ്റിയാവോ? ഭയമൊക്കെ മാറിക്കാണും സിനി. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങിക്കാണും. ഈ ഹണിമൂൺ കാലഘട്ടത്തില് ചെറിയ മറവികളൊക്കെ സാധാരണമാണ്. എല്ലാ അച്ഛനമ്മമാരും ഈ പരാതി പറയാറുണ്ട്. നീ ഞങ്ങളെ മറന്നുപോയോന്ന് ചോദിക്കാത്ത ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടോ?